ഈ അമ്പളിക്കുണ്ണ കൊണ്ട് എവിടെ പെണ്ണ് കാണാൻ പോയില്ല. എനിക്ക് ഇത് തന്നെ അവസ്ഥ. എന്നെ കൊല്ലിക്കാൻ വേണ്ടി ജനിച്ച ബസ്സും വരുന്നില്ലല്ലോ ദൈവമേ. അമ്പളിക്കുട്ടാ, അമ്പളിക്കുട്ടാ, അയ്യോ അല്ല, ഹലോ, തിരുവല്ല ബസ് സ്റ്റേഷൻ അല്ലേ? ഈ കണിച്ചാമ്പാറ വഴി ഇപ്പൊ ഇതുവഴി ബസ് ഉണ്ടോ? തിരിച്ചിട്ടുണ്ടോ? വരുന്ന അമ്പളിക്കുട്ടാ, പെട്ടെന്ന് വേടാ. വേണം വരെ ബസ് വരുന്നടാ. ബസ് വരുന്നു. ബസ് ബസ് പോയി. ഒന്നനങ്ങി വാടാ അമ്പളിക്കുട്ട. ഇവിടെ വന്നാൽ ഇവിടെ കിട്ടും. അടിയാ ഇനി അതും കൂടെ ഇനി വീണ്ടും ചേട്ടാ ഇവിടെ ബസ് കിട്ടും. പെട്ടെന്ന് പോവാം. നിന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. മേലെ എന്നെ മൊത്തം ബ്രോക്കറെ വിളിച്ചു വരും. എന്നാ പിന്നെ തേർഡ് എലിഫന്റ് എന്ന് വെച്ചാ മൂന്നാനേന്ന് ഒരുപാട് മിണ്ടെന്റെ അടുത്ത്. എടാ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ കൊല്ലിക്കുന്നത്? എത്ര പെണ്ണുകൊണ്ട് കാണിച്ചടാ. ഒരെണ്ണത്തിനെ പോലും ഇഷ്ടപ്പെട്ടില്ല. എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയില്ലടാ. ഇത്രയും ആൾക്കാരാ പെണ്ണിന്റെ വീട്ടുകാരും ആങ്ങളമാരും അമ്മാവനും കൂടെ തല്ലിയപ്പം നീ അനങ്ങാതെ ഇങ്ങനെ നിന്നല്ലടാ അനങ്ങാപ്പാറ പോലെ. അനങ്ങാപ്പാറ കണക്ക് നിന്നല്ല, അടിയിടയ്ക്ക് ഒരു ലഡു താഴെ പോയില്ലേ, അത് പിന്നെ തിന്നാൻ വേണ്ടി ഞാൻ ചവിട്ടി പിടിച്ച് വെച്ചേക്ക. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അമ്പളിക്കുട്ട, നീ ആ പെണ്ണോട്ട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിറങ്ങിപ്പോയി. ആ സമയത്ത് അവൾ തിരിച്ചു കയറി വന്നു തുടങ്ങിയ പ്രശ്നമാണ്. എന്തായിരുന്നു അവിടെ വിഷയം? ബ്രോക്കർ പറഞ്ഞൊക്കെ ഞാൻ ചെയ്തായിരുന്നു. ബ്രോക്കർ പറഞ്ഞൊക്കെ ചെയ്തായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ ആരൊക്കെ എന്നെ അടിച്ചെന്ന് ഒരു പിടിയില്ല. പെണ്ണിന്റെ അമ്മാമാര് ആങ്ങളമാര് എല്ലാരും അടിച്ച്. ഓക്കെ, മനസ്സിലാക്കാം. അവിടെ ആ ചടങ്ങിന് പാചകത്തിന് വന്നില്ല ഒരു അമ്മച്ചി. അവരെന്തിനാ കുട്ടക്കടിച്ചു? ഒരു പിടിയും കിട്ടുന്നില്ല. വലിയവരടിക്കുന്നതും മനസ്സിലാക്കാം. ഞാൻ അടികൊണ്ട് താഴെ വീണപ്പം 6 മാസം പ്രായമുള്ള ഒരു കൊച്ചു ഇഴഞ്ഞു ഒന്ന് കണ്ണിക്കും. എന്തോന്ന് ഫാമിലി എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെയോ പ്രശ്നങ്ങളോട് നടന്നു. അടിയുടെ ഇടയിൽ ആരോ വിളിച്ച് പറയുന്നിട്ട് കൈസർ പട്ടി ഇങ്ങോട്ട് വാടാ. പട്ടിയല്ലേ, മനുഷ്യനോളം പൊക്കം ഉണ്ടാ. അതിൽ കണ്ണി കാണാവുന്ന കൈ കിട്ടുന്ന സ്ഥലത്തല്ലേ കടിക്കുള്ളൂ. എന്റെ ഭാര്യയുടെ ഭാഗ്യം കൊണ്ട് ഇവിടെ തൊലഞ്ഞു പോയി. അയ്യോ, അതെങ്ങും പോയില്ല. ഞാൻ ആ പാചകപ്പഴി വരി പോയപ്പോഴേ അവിടെ ആരാ പറയുന്നത് കേട്ടോ, പായസത്തിൽ കൈസറിന് ഇടാൻ. ഞാൻ ഒന്നും നോക്കില്ല, അവിടെ വന്ന കൈസർ വട്ടി കാല് തൂക്കി എടുത്ത് പായസത്തിൽ ഇട്ടു. ചങ്ങല പായസത്തിൽ കൈസർ വട്ടി ഇടാൻ പറഞ്ഞതല്ല, പായസത്തിൽ കേസരി ഇടാൻ പറഞ്ഞതാണ്. അതായിരുന്നു ഞാൻ കൈസറിനെ എടുത്തിട്ട്. ആ വീട്ടിൽ എന്നെ തല്ലായി. ഇനി ആരെങ്കിലും ബാക്കി ഉണ്ടാടാ? അത് പിന്നെ ബ്രോക്കറേ ബ്രോക്കറേ വായനക്കാതെ കാര്യം പറയടാ. ബ്രോക്കറേ ഇല്ല ഇപ്പുറത്ത് വന്ന് പറ. ബ്രോക്കറേ അതെ, അപ്പൊ അവളെ മരം വെട്ടുന്ന മാമന്റെ അടി വേസ്റ്റ് ആയില്ല. വേറെ ഏതെങ്കിലും മാമര വീട്ടിൽ ഉണ്ടാ? ഒരു മാമൻ ഉണ്ടായിരുന്നു, പട്ടാളത്തിലാണ്, ലീവ് കിട്ടില്ല, അതുകൊണ്ടാ വരാൻ. കിട്ടണമായിരുന്നു. എന്റെ നെഞ്ച് ബജി കോരണ കണ്ണാപ്പ പോലെ ആയാലും എനിക്ക് വയ്യ ഓരോന്ന്. നമുക്ക് എവിടെയാണ് പിഴച്ചത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. നമുക്കല്ല, നിങ്ങൾക്കാണ് പിഴച്ചത്. എനിക്കാ? അതെങ്ങനെ? നമ്മൾ ഇവിടെ വന്നിറങ്ങിയില്ലേ, ആ സമയം മുതൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് ആലോചിച്ച് നോക്കിയേ.